കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണെന്ന് ആലോചിക്കാൻ കൂടി അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ കൂടി നമുക്ക് യഥാർത്ഥത്തിൽ പറ്റുന്നില്ല. നിലവിൽ നമുക്കൊരു പ്രതിപക്ഷ നേതാവ് ഇല്ല എന്ന് പറയുന്നതാണ് ശരിക്കും വാസ്തവം എന്ന് പറയുന്നത്. അതാണ് ശരിയും. അതാണ് യഥാർത്ഥത്തിൽ കറക്റ്റ്. നിലവിൽ കേരളത്തിന് ഒരു പ്രതിപക്ഷ നേതാവില്ല. ഈ കമൻറ്റ് നമുക്ക് പറയുമ്പം നമ്മൾ പ്രതിപക്ഷ നേതാക്കളെക്കുറിച്ചും അല്ലെ മുഖ്യമന്ത്രി ഭരണകക്ഷത്തിരിക്കുന്ന നേതാക്കളെക്കുറിച്ചൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ ഇതിലും കമ്പയർ ചെയ്ത് എല്ലാ പ്രാവശ്യവും കമ്പയർ ചെയ്ത് പോകാൻ പറ്റും. അല്ല ഇന്നത് ചെയ്തു, അല്ലെ ബഡ്ജറ്റിലേക്ക് ഇത്ര രൂപ കൂടി, ഇത്ര കോടി ഇന്ന ആവശ്യത്തിന് കൊടുത്തു, വിദ്യാഭ്യാസത്തിന് ഇത്ര കൊടുത്തു, ഇങ്ങനത്തെ വിലയിരുത്തലുകളായിരിക്കും. അല്ലെങ്കിൽ ഇന്ന ഉദ്യോഗസ്ഥനെ പ്രൊമോഷൻ കൊടുത്തു, അല്ലെ ട്രാൻസ്ഫർ ചെയ്തില്ല. പക്ഷേ ഇത് പിണറായി വിജയനെ പറ്റി നമ്മൾ കമ്പയർ ചെയ്യുമ്പം നമുക്കറിയാവുന്ന ലല്ലു പ്രസാദ് ലല്ലു കാലിത്തീറ്റയുടെ പ്രശ്നം നമുക്കറിയത്തില്ല. എന്നാലും കേരളത്തെ കൊള്ളയടിച്ച ഒരു കൊള്ളസംഘം പോലെയാണ് വീരപ്പനോ അല്ലെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയൊക്കെ രൂപീകരിക്കുന്ന ഒരു സംഘം പോലെയാണ് പിണറായി വിജയനും സഖാക്കളും ഇവിടെ പ്രവർത്തിച്ചത്. ഏതെല്ലാം മേഖലയിൽ നിന്ന് വെട്ടിപ്പ് നടത്താവോ, കാശുണ്ടാക്കാവോ, ആ മേഖലയിൽ നിന്നെല്ലാം കാശുണ്ടാക്കുന്നുണ്ട്. അതിന് ഏത് ഹീനമാർഗവും സാധാരണ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പെണ്ണുങ്ങളെ ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല, അല്ലെ പെണ്ണുങ്ങളെ വരെ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ മോശമായി പോകും. എന്നാൽ പോലും തെറ്റായ രീതിയിലാണെങ്കിലും അധികാരം കിട്ടാൻ സരിതയുടെ സേവനം ഉപയോഗിച്ചു. അധികാരം കിട്ടിക്കഴിഞ്ഞ് ധനസമ്പാദനത്തിന് ഉപയോഗിച്ചത് മറ്റൊരു സ്ത്രീയാണ്, സ്വപ്ന സുരേഷ്. അപ്പോൾ അതിൻ്റെ കാർമ്മികൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്, വേറെ ആരുമല്ല. MUന്നല്ല, മറ്റേതെങ്കിലും നേതാക്കന്മാരല്ല, തോമസ് ഐസക്കല്ല. സ്വപ്ന സുരേഷിനെ ഒരു എലിജിബിലിറ്റി ഇല്ലാതിരുന്നിട്ട് കൂടി ഇപ്പോഴത്തെ PSC മെമ്പർമാരും PSC ചെയർമാനും ചെയ്യുന്നത് പോലെ സെക്രട്ടേറിയറ്റിൽ തന്നെ സ്റ്റാഫായിട്ട് ശിവശങ്കറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിയമിക്കുകയും അവരെ ഉപയോഗിച്ച് UAE എംബസി തുടങ്ങിയ സാധനങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്ത ആളാണ് പിണറായി വിജയൻ. അതിൻ്റെ അർത്ഥം ഞാൻ കാണുന്നത്, അത്യാവശ്യം വന്നാൽ സ്വന്തം രാജ്യത്തെ വിൽക്കാൻ മടിയില്ലാത്ത ആളായിട്ട് പിണറായി വിജയൻ മാറിക്കഴിഞ്ഞിരുന്നു. ഈ തിരിച്ചറിവ് വേണ്ടിയിരുന്ന ആർക്കാണെന്നറിയോ? അന്നത്തെ പ്രതിപക്ഷത്തിനല്ല വേണ്ടിയിരുന്നത്, CPM ഉണ്ടാകാമായിരുന്നു. ഈ മനുഷ്യൻ നമ്മളെ കൊണ്ടുപോകുന്നത്, ഈ കപ്പിത്താൻ നമ്മളെ കൊണ്ടുപോകുന്നത് കൊടുങ്കാറ്റിലേക്കാണ്, കൊടും തകർച്ചയിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് CPMൻ്റെ നേതാക്കൾക്കില്ലാതെ പോയി. ദൗർഭാഗ്യവശാൽ ഇപ്പോഴും ആ തിരിച്ചറിവില്ലായ്മ കണ്ടിന്യൂ ചെയ്യുകയും പിണറായി വിജയനെ ഒരു അവതാര പുരുഷനായി വാഴ്ത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അപ്പം ഇനി പിണറായി വിജയൻ്റെ ഏത് രംഗത്താണ് പിണറായി വിജയൻ വിജയിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഇപ്പോൾ കോവിഡ് കാലത്ത് 500 പേരെ മരിച്ചുള്ളൂ എന്ന് താങ്കൾ വളരെ പറഞ്ഞു. അത് പിണറായി വിജയനും മിടുക്കാന്ന് പറഞ്ഞു. 1000 പേര് മരിച്ചിരുന്നെങ്കിലും താങ്കൾ ഇതുപോലെ തന്നെ പറഞ്ഞേനെ. കാരണം പിണറായി 1000 പേരെ മരിച്ചിരുന്നു. 1000 പേരെ മരിച്ചുള്ളൂ. അതിന് പറ്റിയ PR വർക്കല്ലേ കുറേ മാധ്യമങ്ങളുടെ റിപ്പോർട്ടർ, കൈരളി മാത്രമല്ല മറ്റ് പല മാധ്യമങ്ങൾ മാത്രമല്ല മാധ്യമപ്രവർത്തകരുമുണ്ട് ഇയാളെ ഭയങ്കരമായിട്ട് കാണിക്കാൻ വേണ്ടി. അപ്പോൾ 1000 മരിച്ചാലും 5000 മരിച്ചാലും പറയും പിണറായി വിജയൻ അല്ലായിരുന്നെങ്കിൽ 6000 മരിക്കുമല്ലോ 10000 മരിക്കുമായിരുന്നു പറയും. അതാണ് ഇവരുടെ ആർഗ്യുമെൻറ്റ് എല്ലാ കാലത്തും. അപ്പം ഇവിടെ എങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ ഓഡിയോ മെസ്സേജ് പുറത്തു വന്നു. തുറന്നുവിട 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ജലം മുഴുവൻ ശേഖരിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ തുറന്നു വിടുകയുള്ളൂ എന്നുള്ള പിടിവാശി MM മണിക്ക് ഉണ്ടായിരുന്നുണ്ട്. MM മണിക്ക് അതിൻ്റെ തുപ്പിങ് കണക്കും അറിയത്തില്ല. പക്ഷേ പിണറായി വിജയൻ്റെ സ്റ്റാഫ് അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും CMO ഓഫീസിൽ നിന്നുള്ള പ്രത്യേക ഡയറക്ഷൻ MM മണിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം ഒന്നത്. അപ്പോൾ അവിടെ വെള്ളം തുറന്നു വിടാൻ താമസിച്ചു എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിരുന്നു അന്നത്തെ സമ്മതിക്കുന്നുണ്ട്. ആ മാൻമെയ്ഡ് ഡിസാസ്റ്ററിലെ ആരാ മാൻ? പിണറായി വിജയൻ തന്നെ. കാരണം എല്ലാത്തിനെയും നിയന്ത്രിച്ചാണ്, കാരണഭൂതനാണ് എല്ലാത്തിൻ്റെയും, വാടിപ്പോഴുത്തുകയാണ്. അപ്പോൾ ആ ഡിസാസ്റ്ററിൻ്റെ കാരണഭൂതൻ യഥാർത്ഥത്തിൽ ആരാ? ഇയാൾ തന്നെയായിരുന്നു, പിണറായി വിജയൻ തന്നെയായിരുന്നു. ഇനി വീണ്ടും ഇയാളെ കൊണ്ടുവന്ന, ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞാണെന്ന് അറിയത്തില്ല, ഇയാളൊരു വലിയ പദ്ധതി പറയുന്നുണ്ട്. വലിയ പദ്ധതി എവിടെയാണ്? ഡെൻമാർക്കിലോ നെതർലാൻഡ്സ് പോയിട്ട് റൂം ഫോർ റിവർ. എന്താ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയോ? റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ എന്താണ്, പുഴകൾക്ക് കുറച്ചും കൂടി സ്പേസ് ഉണ്ടാക്കും, വെള്ളം കൃത്യമായിട്ട് ഒഴുകി പോകാനായിട്ട്, പ്രളയം ഉണ്ടാക്കാത്ത രീതിയിൽ. പുറത്തേക്ക് വരില്ല വെള്ളം, അതിൽ തന്നെ എല്ലാ വെള്ളവും ശേഖരിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അത് നെതർലാൻഡ് വലിയ രീതിയിൽ വിജയിച്ചതാണ്. ഗ്ലോബൽ സ്റ്റാൻഡേർഡാണ് യഥാർത്ഥത്തിൽ നെതർലാൻഡ് അതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് പഠിക്കാനായിട്ടാണ് 2019 പിണറായി വിജയനും ഭാര്യയും മകളും ഒക്കെ കുറച്ച് ദിവസം യൂറോപ്യൻ ടൂർ നടത്തി. ഏതാണ്ട് 23 ദിവസത്തെ യൂറോപ്പ് ടൂറായിരുന്നു. അതിലാണ് നെതർലാൻഡ് സന്ദർശിച്ചത്, ഈ റൂം ഫോർ ദ റിവർ പദ്ധതി പഠിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇതുവരെ വർഷം 8 കഴിഞ്ഞിട്ടും ഇതുവരെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല സംസ്ഥാനത്ത്. അതിന് കൃത്യമായിട്ടുള്ള ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല. ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് റോജി M. ജോർജ് കഴിഞ്ഞ ഈ ഫെബ്രുവരിയിൽ
പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. 8 വർഷമായിട്ടും ആ പദ്ധതി നടപ്പിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവരവിടെ പോയി അത് പഠിച്ചത്? വെറുതെ ഒന്ന് കാണാനോ? നടപ്പാക്കേണ്ട പത്ത് പഠിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. 2000-3000 വർഷം മുമ്പ് തന്നെ ലോകത്തിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ അല്ലെ പല ജനവാസ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന കാര്യമില്ലത്. വീണ്ടും അങ്ങോട്ടൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. നദീതടം എന്ന് പറയുന്നത്, തടം എന്ന് പറയുന്നത് നദീതടം, നദികളുടെ നദികളിലെ വെള്ളം ഒഴുകി പോകുമ്പോൾ അത് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന രണ്ട് നദികളുടെ ഇരുവശത്തും തടം പോലെ ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുകയാണ്. അത് മഴയില്ലാത്ത സീസണിൽ ചെറിയ കാലത്തേക്കുള്ള കൃഷികൾ നടത്തുന്ന. അപ്പോൾ ഈ നദീതടം എന്ന് പറയുന്നത് റൂം ഫോർ റിവറാണ് നദീതടം. അതാണ് ഇവരും പറയുന്നത്. വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം വേണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഗംഗാതട സംസ്കാരം, ഗംഗാ നദീതട സംസ്കാരം, നൈൽ നദീതട സംസ്കാരം, യൂഫ്രട്ടീസ് നദീതട സംസ്കാരം, എല്ലാ പഴയകാല സംസ്കാരങ്ങളും അറിയപ്പെട്ടിരുന്നത് തന്നെ നദീതടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇല്ലേ? അപ്പോൾ ഈ റൂം ഫോർ റിവർ എന്നുള്ള കൺസെപ്റ്റ് അന്നും ഉണ്ടായിരുന്നു. പക്ഷെ പേര് മാത്രം നെതർലൻഡുകാരുടെ പേരിലായിരുന്നു. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പേര് നദീതടം എന്നാണ്. ഫലം ഒന്ന് തന്നെ. പക്ഷേ ഇത് ഇവിടെ പിണറായി വിജയൻ ഇത് നദീതടത്തിന് പകരം മറ്റേ വാക്ക് ഉപയോഗിച്ചപ്പോൾ ഇദ്ദേഹം വലിയ മിശിയായിട്ടാണ് പറയുന്നത്. അതിന് വേണം പിയാടെ ബുദ്ധി തെളിഞ്ഞാണ്. ഏതാ നെതർലാൻഡിൽ പോയി പഠിച്ച് കൊണ്ടുവരികയാണ് ഇങ്ങോട്ട്. അതിന് മുടക്കിയ കാശോ ഇതുവരെ പുറത്ത് RTI കൊടുത്തിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഇത് ഒരു മുടക്കമില്ലാതെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സിസ്റ്റത്തെ ഇപ്പം നദികളെ മുഴുവൻ പിന്നെ നമ്മൾ സീ വ്യൂ ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞ് നദികളുടെ തീരത്തേക്ക് കുറച്ച് കൊണ്ടുവന്ന് തീരും. റോഡിൻ്റെ പുറമ്പോക്ക് കയ്യേറുന്നത് പോലെ തന്നെ നദികളെയും ഇവിടെ കയ്യേറ്റത്തിന് കൊണ്ടുവന്നപ്പോൾ തടയാൻ കൂടി ആരും ഇല്ലാതെ പോയി. കേരളം മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിലും. അത് പിണറായി വിജയൻ്റെ ആൾക്കാരായിരിക്കും കയ്യേറ്റത്തിനും റിസോർട്ട് പണിയാനും മുമ്പിൽ നിൽക്കുന്നവരാ ഇവർ തന്നെയാണ്. ഇപ്പോൾ റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ട് മാഫിയ കയറി കാട് മുഴുവൻ നശിപ്പിച്ച് മരങ്ങളില്ലാതായപ്പോഴോ ചാനൽ തുടങ്ങാൻ വേണ്ടി മരങ്ങൾ ഉപയോഗിച്ചു. പ്രധാനപ്പെട്ട ചാനലുകൾ വരെ അവിടുത്തെ വേര് നഷ്ടപ്പെട്ടപ്പം എന്ത് പറ്റി? മണ്ണ് മൊത്തം ഇടിഞ്ഞിങ്ങി പോരുക. ഇന്നലെ നീലാണ്ടൻ ചർച്ചയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, 24-ലാണെന്ന് തോന്നുന്നു. ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് രണ്ട് കാര്യം പറയും. നദിക്ക് അപ്പുറമാണെങ്കിൽ, ഡാമിന് പുറകിലാണെങ്കിൽ വലിയ ഡാമേജ് ഉണ്ടാകില്ല. ഡാമിൽ നിന്ന് പുറകോട്ടൊരു 10-20 കിലോമീറ്റർ അകലെയാണ് ഉരുൾപൊട്ടോ ഡാമേജ് ഉണ്ടാകുന്നതിന് വലിയ. കാരണം വരുന്ന വെള്ളം എവിടെ തങ്ങും? ഡാം നിറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അതുവരെ ഇപ്പം ഡാം നിറഞ്ഞിട്ടില്ല, ആവശ്യത്തിന് വെള്ളമായിട്ടില്ല. ആരും അറിയില്ലായിരുന്നു പുറകിലായിരുന്നെങ്കിൽ. പക്ഷെ അറിയുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഡാമിനോടൊപ്പമോ അല്ലെങ്കിൽ ഡാമിൻ്റെ മുൻപിലോ ഇത് ഉണ്ടാകുമ്പോഴാണ് ചെയ്യുന്നത്. കാരണം അപ്പോഴാണ് താവോട്ട് പോരുന്നത്. പുറകോട്ട് പോയാൽ ഡാമില്ലല്ലോ, താവോട്ട് ഇറങ്ങി പോരും വെള്ളം. അത് സ്വാഭാവികമായ പരിണാമം. അതിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഏക മാർഗം ഇതാരും പറയണ്ട, നദിക്ക് ഒഴുകിപ്പോകാനുള്ള സ്വാഭാവികമായ മാർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മൾ മനുഷ്യർ തന്നെ ആ മാർഗ്ഗങ്ങളെല്ലാം അടച്ചു. അത് പിണറായി വിജയൻ കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈറ്റിലോട്ട് ഇങ്ങോട്ട് വരുന്ന ഭാഗത്തെല്ലാം സൈഡിൽ മുഴുവൻ മതിലല്ലേ. എല്ലാ വീടിനും കോമ്പൗണ്ടിനും മതിലാണ്. വെള്ളം ഇതിലൂടെ പോകുന്നത്. ഇവിടെ നാളെ ശക്തമായൊരു മഴ പെയ്താൽ, ഇപ്പോൾ വടശ്ശേരിക്കര പെയ്ത പോലെ ഒരു മഴ ഇവിടെ പെയ്യണ എന്താ സ്ഥിതി? വടശ്ശേരിയോ? വടശ്ശേരിക്കര, പത്തനംതിട്ട ജില്ലയിൽ അവിടെ പെയ്ത മഴയാണ് അവിടെ ഭയങ്കര പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കുക. പെട്ടെന്ന് പെയ്തു. അതുപോലൊരു മഴ എറണാകുളത്ത് ഇവിടെയാണ് പെയ്യും, തമ്മനത്തോ അല്ലെങ്കിൽ വൈറ്റിലെയോ പെയ്യുന്നെങ്കിലോ മുങ്ങും. അത്രയും വെള്ളം താങ്ങാനുള്ള ശക്തി ഇവിടെ ഇല്ല. പക്ഷേ ഇത്തവണ കുറേ പ്രിക്കോഷണറി മെഷർ എടുത്തുകൊണ്ട് വെള്ളം വരുന്നത് ഒഴുകിപ്പോകാൻ, കായലിലേക്കും കടലിലേക്കും ഒഴുകിപ്പോകാനുള്ള ഔട്ട്ലെറ്റുകൾ കുറേ ഓപ്പൺ അപ്പ് ആക്കിയതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മുകളിൽ കെട്ടിടങ്ങളുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അത് നാളെ എപ്പോഴാണ് തിരുവനന്തപുരത്ത് പെയ്യാ? ഇവിടെ സംസ്ഥാന സർക്കാരിന് വീഴ്ചകൾ തീർച്ചയായിട്ടും BD സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ അല്ലാത്ത രീതിയിൽ ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും പിണറായി അടിമകളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് VD സർക്കാരിന് അതിൻ്റെതായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതെ, കോർഡിനേഷനിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാലാവസ്ഥ കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ മുൻ സർക്കാരുകൾ വേണ്ട രീതിയിലുള്ള നടപടികൾ ചെയ്തിരുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള ഒരു അപകടം അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ക്യാമ്പിൽ കഴിയേണ്ടി വരില്ലായിരുന്നു. അതുകൂടി നമ്മൾ മറക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ളൊരു സംഗതി. കാരണം 2018 കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രളയം, 2019 അത്ര ഇല്ലെങ്കിലും വീണ്ടും ഒരു പ്രളയം സംഭവിച്ചു. അന്ന് മുങ്ങിയ അതേ സ്ഥലങ്ങൾ വീണ്ടും മുങ്ങിയിരിക്കുകയാണ്. ഈ സംസ്ഥാന സർക്കാരിന് പുതിയതായിട്ട് അധികാരത്തിൽ വന്നിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. അവർക്കൊരു നടപടിക്രമങ്ങൾ എടുക്കുക, കാര്യങ്ങൾ ചെയ്യാൻ മുന്നൊരുക്കങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്നത് സമയം വളരെ പരിമിതമായിരുന്നു. ഇത്രയും നാൾ ഭരിച്ചിരുന്നത് ആരാണ്? അവരൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു ദുരിത സാഹചര്യം നമ്മളെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കുന്നത്.
ഇല്ല, ഇപ്പം എങ്ങനെ അധികാരത്തിൽ വന്നിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ, 100 ദിവസം തികയുന്നു. മറിച്ച് അതിനു മുമ്പ് ഇലക്ഷൻ മെയ് 4-ലാണ് ഇലക്ഷൻ നടന്ന്. ഇപ്പോൾ പോലും ഈ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെന്ന് പരിചയപ്പെടാനോ പേഴ്സണലായിട്ട് പരിചയപ്പെട്ട് അവരുടെ കാര്യങ്ങൾ ചോദിക്കാനോ അവരോട് പ്രശ്നങ്ങൾ ചോദിക്കാൻ എൻ്റെ അകത്ത് സമയം കിട്ടിയിട്ടില്ല. സീറ്റിലൊന്നും ഇരിക്കാൻ പറ്റണ്ടേ, അപ്പോൾ തൊട്ട് പ്രശ്നമാണ് ഓരോ. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇടയ്ക്കൂടെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വിട്ടേക്കെ. നമ്മളിപ്പോൾ ഇതിൽ ഈ പ്രളയത്തെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. പ്രളയത്തെ മാനേജ് ചെയ്യാൻ പറ്റുമോ? ആദ്യം ശരിക്കൊരു പ്രളയം ഉണ്ടായാൽ മാനേജ് ചെയ്യാൻ നോ ഫോഴ്സ് ഓൺ എർത്ത് ചെയ്യാൻ പറ്റില്ല. പ്രളയത്തെ വളരെ രീതിയിൽ മാനേജ് ചെയ്ത ഒരു രാജ്യമാണ് നെതർലാൻഡ്സ്. അവിടുത്തെ ജനസംഖ്യ എത്രയുണ്ട്? വളരെ കുറച്ച്. കേരളത്തിൻ്റെ അത്ര ജനസംഖ്യ ഇല്ല. അതാണ് അങ്ങനത്തെ രാജ്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറേ പേര് 50 പേരോ 100 പേരോ എന്നൊക്കെ ഇപ്പോൾ ശോഭാ സിറ്റി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഒരു വലിയ സാധനം ഇവരുടെ ഉണ്ട്, ശോഭ ഗ്രൂപ്പിൻ്റെ ഉണ്ട്. അവിടെ വെള്ളം കയറിയില്ല. തൃശ്ശൂർ ടൗൺ മുഴുവൻ വെള്ളം കയറി മുഴുവൻ. എന്താ ചെയ്യുന്നറിയോ? നെതർലൻഡിനെ പറഞ്ഞ പോലെ തന്നെ നെതർലൻഡിൽ പോകണ്ടായിരുന്നു, അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു പിണറായി വിജയൻ. തൂണിൽ വലിയ കോൺക്രീറ്റ് തൂണിലാണ് ഈ ഫ്ലാറ്റ് മുഴുവൻ പണിതിരിക്കുന്നത്, കോളേജും സ്കൂളും എല്ലാം പണിതിരിക്കുന്നത്. ഏക്കർ കണക്കിന് കിടക്കുകയാണ്. അപ്പോൾ വെള്ളം വരികയാണ് അതിൻ്റെ അടിയിൽ കൂടെ ഒഴുകി അപ്പുറത്തൊരു പുഴയുണ്ട്, അങ്ങോട്ട് പൊക്കോളും, തടഞ്ഞു നിൽക്കുന്നില്ല. അതുപോലെ തന്നെ അത് വേറൊരു യൂട്ടിലിറ്റിയും കൂടെ അവർ കണ്ടെത്തി. തൃശ്ശൂർ ആ ഭാഗത്ത് വരുന്ന എല്ലാ കാറുകളും പാർക്ക് ചെയ്യാനൊരു സ്ഥലവും കൂടി അത്യാവശ്യം. ആ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കെല്ലാം അപ്പോൾ അങ്ങനെ വളരെ പ്ലാൻഡായിട്ട് ഡെവലപ്പ് ചെയ്തൊരു സ്ഥലമാണ് ശോഭാ സിറ്റി. അതുപോലെ ഇവിടെ അത് നെതർലാൻഡിൽ പോയി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടുന്ന് പോയി പഠിച്ചിട്ട് പുറത്ത് പോയി ആകെ കിട്ടിയ മെച്ചം എന്ന് പറഞ്ഞാൽ ഇവർക്കും കുടുംബം അടച്ച ഒരു ടൂർ പോകുന്നതിന് ഫലമായിട്ട് പോയിട്ട് വരാൻ പറ്റി എന്നുള്ളതല്ലാതെ ഈ റൂം ഫോർ റിവർ എന്നുള്ളൊരു വാക്കല്ലാതെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അതിവിടെ ഉണ്ടെന്നേ, നദിയുടെ നമസ്കാരം, നദീ തടം, അതേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതലായിട്ട് 1 ഇഞ്ച് ഒരു വാക്ക് ഏതെങ്കിലും ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ടോ? വെള്ളം ഒഴുകി പോകാൻ താങ്കൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലം വേണം. അതിനുപയോഗിക്കുന്ന സ്ഥലമാണ് റൂം ഫോർ റിവർ. അതേ ഉള്ളൂ. അതിനപ്പുറം എന്താ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്? പക്ഷേ ഈ പാവ്വാരം മുഴുവൻ ചുമക്കേണ്ടി വരുന്നേരാ. ഒരു ഇമ്പ്രഷൻ, ഒരു നരേറ്റീവ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശൈലജ ടീച്ചറും പിണറായിയും കൂടെ ചേർന്ന് ഭയങ്കര മാനേജ്മെൻ്റായിരുന്നു. പ്രളയത്തെ നേരിട്ടു, ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി എന്നൊക്കെയുള്ള വാചകങ്ങൾ ഇവിടുത്തെ മാപ്രകൾ അല്ലെ പത്രങ്ങൾ പറയുക. ഇന്നലെ സതീശൻ വേദനയോടൊരു കാര്യം ചോദിച്ചു. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന മുഴുവൻ എന്താ? പത്രങ്ങൾ സതീശനോട് ചോദിക്കേണ്ട ചോദ്യം എന്താ? പ്രളയം, ഇന്ന സ്കൂളിലെ അഭയാർത്ഥികൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, അല്ലെ അവർക്ക് കുളിക്കാനുള്ള സൗകര്യമില്ല, ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇവിടെ PSC റാങ്ക് ലിസ്റ്റിൽ അട്ടിമറി നടന്നിരിക്കുന്നു, ക്രൂരമായ അട്ടിമറി നടന്നിരിക്കുന്നു. പത്രക്കാർക്ക് അതിനെക്കുറിച്ച് അറിയണ്ട. ശബരിമല അയ്യപ്പൻ നടത്താൻ നെയ്യപ്പുരുഷ അവിടെ അതും പത്രക്കാർക്ക് ചോദിക്കേണ്ട, മീഡിയയ്ക്ക് മാധ്യമങ്ങൾക്ക് ചോദിക്കേണ്ട. അപ്പം മുൻകാലങ്ങളിൽ ചില മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പിണറായി വിജയൻ്റെ ഇമേജ് വളർത്തിയെടുത്തോ അതേ രീതിയിൽ തന്നെ സതീശൻ്റെ ഇമേജ് നശിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. ഇത് രണ്ടും കൂടെ കൂടുകയാണ്. അപ്പം ഇവിടെ പ്രളയത്തെ നേരിടാനുള്ള സതീശൻ്റെ നിലപാടുകൾക്ക് പറ്റിയ ഒരു മെഷീനറി, ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുക, നമ്മൾ ഉപയോഗിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെയാണല്ലോ ഉപയോഗിക്കുന്നത്. അതിന് പറ്റിയൊരു മെഷീനറി ഉണ്ടാക്കാൻ പറ്റുന്നത് വരെ സതീശനെ കുറ്റപ്പെടുത്താൻ അതിനധികം സമയമെടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു മെഷീനറി ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം കൂടെ ചേർന്നുള്ളൊരു മെഷീനറി എല്ലാ ഭാഗത്തും കഴിയുന്നു ഉണ്ടാക്കുന്നത് വരെ സതീശനെ കുറ്റപ്പെടുത്തുന്ന 6 മാസത്തിനുള്ളിൽ സാധിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അടുത്ത ജൂൺ ജൂലൈക്ക് മുമ്പ് ഇവിടെ ഇതുണ്ടാകണം. നമ്മളെ ചോദ്യം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. താങ്കൾ വേറെ എന്തൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അതും കൂടി പറഞ്ഞിട്ട് നിർത്താം. അതുകൂടെ ശരി. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായിട്ട് കാണാൻ പറ്റുമോ? ആ ചോദ്യം ആലോചിച്ച് നോക്കി. എന്ത് കഴിവാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് സതീശൻ്റെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു സതീശൻ്റെ വീഴ്ചകൾ നമ്മൾ പറയണമെന്ന് പറഞ്ഞു. സതീശൻ്റെ വീഴ്ചകൾ എന്ത് പറഞ്ഞാലും ഇവിടെ നമ്മൾ പകരം ചൂണ്ടിക്കാണിക്കുന്ന ആരുടെയാണ്? പിണറായി വിജയൻ്റെ വീഴ്ചകളെ കൊണ്ടത് മറച്ചു നിൽക്കുകയാണ്. സതീശൻ ഒരു സ്റ്റെപ്പ് താവോട്ട് വീണിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ മുകളിൽ നിന്ന് തന്നെ താവോട്ട് വീണിരിക്കുക. അപ്പോൾ ആരോടാണ് നമ്മൾ ഇത് കാണുന്നത്? ഇനി പിണറായി വിജയൻ ഒരു ആകെ പറഞ്ഞ ആരോണം മെയിനായിട്ട് ആദ്യം വിഴിഞ്ഞം പറയാൻ പറ്റുമോ? PM ശ്രീ പദ്ധതി പറ്റി പിണറായി വിജയന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ പദ്ധതി? അതെന്താ പറ്റാത്തതെന്താ? PSC CJPയുടെ സമരത്തെപ്പറ്റി വളരെ ആവേശത്തോടെ ഇവിടെ പറഞ്ഞേക്കും. ഇവിടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്താ ചെയ്തത്? UPSCയിൽ 7 പേരുള്ള ഇവിടെ 21 പേരുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ. എന്നിട്ടും നടത്താൻ പറ്റുന്നുണ്ടോ? നന്നായി ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ രംഗം അതാണ് എടുത്തു. അത് പണ്ടും കൊള്ളായിരുന്നു, ഇപ്പോൾ വീണ്ടും അതിനേക്കാൾ കൂടുതൽ കൊള്ളാക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്. PSC വഴി ഒരുത്തൻ ജയിച്ച് അവിടെ ജോലിക്ക് വേണ്ടി സമരമാണ്. ഇവിടെ ജോലി കിട്ടിയിട്ട് നിയമനം കിട്ടാത്തതിന് വേണ്ടി സമരമാണ്. CJPയുടെ സമരത്തേക്കാൾ ഒരു പടി കൂടെ കിടന്ന് ഇവിടെ സമരം വേണ്ടതാണ്. SFI സമരം ചെയ്തോ? പിണറായി വിജയൻ്റെ അനുകൂലിക്കുന്ന ഏതെങ്കിലും സംഘടനകൾ സമരരംഗത്തേക്ക് വന്നോ? പിന്നെ സതീശന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം പോലും ചോദിക്കാൻ ആർക്ക് പറ്റിയിട്ടില്ല.
ആകെ ചോദിക്കാൻ പറ്റുന്നത് സതീശൻ കഴിച്ച ഊണിനെ പറ്റി ചോദിക്കാൻ പറ്റും. പിണറായി വിജയൻ അത് അത്തരം കാര്യങ്ങൾ പിണറായി വിജയൻ നേരിട്ട് പറയുകയില്ല, പക്ഷെ അത് പറയാൻ പറ്റുന്ന ആൾക്കാർ പാർട്ടിയിലുണ്ട്. അങ്ങനെ ഉള്ളവരേ ഉള്ളൂ പാർട്ടി. ശരി. അതുകൊണ്ട് പിണറായി വിജയൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയും. പിണറായി വിജയൻ സതീശൻ്റെ നോമിനിയായിട്ടാണ് CPM-ൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഇപ്പോഴും അലങ്കരിക്കുന്നത്.